നിങ്ങളിപ്പോൾ ചിന്തിക്കണത് അച്ഛനും മോളും കൂടി അങ്ങോട്ട് യാത്ര എന്നല്ലേ? വേറെ എവിടേക്കുമല്ല. അവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട് കേട്ടോ. ആ ഡോക്ടറെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയതാണ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയതാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട്. നല്ല പ്രകൃതി സുന്ദരമായ നാടാണ് കേട്ടോ. ഞങ്ങളുടെ ചിറ്റണ്ടാന്ന് പറയും ഞങ്ങളുടെ സ്ഥലത്തിന്. ചെറുചക്കിച്ചോലൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് പോയതാണ് ഞാൻ. ഇപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിമാരാണ് കേട്ടോ. ബന്ധമൊന്നുമില്ല, ചെങ്കിലും ബന്ധത്തിനേക്കാൾ കൂടുതൽ സ്നേഹമുള്ള ചേച്ചിമാരാണ്. പിന്നെ അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. സ്വതവേ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയുള്ള ആളാണ് കേട്ടോ അമ്മ. അമ്മ വന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്തേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തതാണ്. ഇതിലിടണമെന്ന് നമുക്കറിയില്ല കേട്ടോ. ഇത് അവിടെ വീടിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഞങ്ങൾ പാടം തൂർത്തിട്ടാണ് ഞങ്ങൾ വീട് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാടത്തിൻ്റെ ഓരത്ത് നിൽക്കണ ഒരു വീടാണ് ഞങ്ങളുടെ വീട്. പഠിക്കൽ തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അച്ഛനെ കൊണ്ടാക്കാൻ വന്നിട്ട് നിൽപ്പാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറി. നിറച്ചും ഫ്ലക്സുകളാണ് കേട്ടോ അവിടെ ഫുട്ബോളിൻ്റെ ഈ വേൾഡ് കപ്പ് നടക്കണ കാരണം. അപ്പോൾ ഈ കാണുന്ന കാടൊക്കെ ഇല്ലേ, അതിലാണ് കേട്ടോ ചെറുചക്കിച്ചോല ഉള്ളത്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ വഴികളും ഇതേപോലെ പാടും കാടും ഒക്കെയാണ് കേട്ടോ. പരിഷ്കാരം കുറച്ച് കുറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ പണ്ടത്തെക്കാളൊക്കെ ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാലും നല്ല പ്രകൃതി സുന്ദരമായ നാടാണ് കേട്ടോ ഞങ്ങളുടെ നാട്.